ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്ന ഈ അതിമനോഹരമായ കഥ ഒന്ന് കേട്ടുനോക്കൂ. പണ്ട് അതിസമ്പന്നമായ ഒരു രാജ്യത്ത് രാജകുമാരിക്ക് വിവാഹാലോചനയുമായി ആ രാജ്യത്ത് രാജാവ് പ്രഖ്യാപനം നടത്തി. രാജകുമാരി മറ്റുള്ള രാജ്യങ്ങളിലും അത് പ്രസക്തമായിരുന്നു. അവർ ആയുധക്കലയിലും കുതിരസവാരിയിലും വളരെയധികം പേരുകേട്ട രാജകുമാരിയായിരുന്നു. ഈ രാജകുമാരിയെ സ്വന്തമാക്കുവാൻ രാജകുമാരിക്ക് ചില നിബന്ധനകളും ഉണ്ടായിരുന്നു. ആ നിബന്ധന കേട്ട് പല രാജ്യത്തു നിന്നും രാജകുമാരന്മാർ ഈ രാജകുമാരിയെ സ്വന്തമാക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഹേ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാജ്യത്തിലോട്ട് സ്വാഗതം. എൻ്റെ മകളെ സ്വന്തമാക്കണമെങ്കിൽ രാജകുമാരി പറയുന്ന ഈ ഒരു കടമ്പ ചെയ്തു തീർക്കണം. അത് കേട്ടപ്പോൾ രാജകുമാരന്മാർ ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടത്? അപ്പോൾ രാജാവ് അവരെ ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഈ കുളത്തിലേക്ക് ചാടിയിട്ട് മറുകരയിലോട്ട് നീന്തിയെത്തുന്നവർക്കാണ് രാജകുമാരിയെ സ്വന്തമാക്കുവാൻ കഴിയുക. ആ കുളത്തിൽ കുറേ വിഷസർപ്പങ്ങളും ചീങ്കണ്ണികളും വിഷപ്പാമ്പുകളും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ രാജകുമാരന്മാർ എല്ലാവരും പെട്ടെന്ന് സ്തംഭിച്ചുപോയി. ആർക്കും ആ കുളത്തിലേക്ക് ചാടുവാൻ ധൈര്യം വന്നില്ല. എല്ലാവരും അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഒരാൾ കുളത്തിലോട്ട് ചാടി പെട്ടെന്ന് നീന്തി മറുകരയിലോട്ടെത്തി. അപ്പോൾ രാജാവ് ആ രാജകുമാരനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ തന്നെയാണ് രാജകുമാരിയെ സ്വന്തമാക്കുന്നത്. അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, എന്നെ ആരെ ഈ കുളത്തിലോട്ട് തള്ളിയിട്ടത്? അവനെയാണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ രാജകുമാരിയല്ല. അപ്പോൾ സത്യത്തിൽ ആ രാജകുമാരൻ കുളത്തിൽ ചാടിയതല്ല, ആരോ ബാക്കിൽ നിന്ന് തള്ളിയിട്ടതാണ്. ഈ കഥയുടെ അവസാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്യുന്നതല്ല, നമ്മളെ ആരൊക്കെയോ ബാക്കിൽ നിന്ന് തള്ളിവിടുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും നന്ദി.